ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ മകനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, വേണ്ട മോനെ, നീ ഇപ്പോൾ ഏതായാലും ബസ്സിന് പോകണ്ട, ഞാൻ ഓട്ടോറിക്ഷയെ കൊണ്ടാക്കി തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതെന്താ അമ്മേ, എനിക്ക് ഓട്ടോറിക്ഷ പോകണ്ട അമ്മേ, എനിക്ക് എല്ലാവരോടൊപ്പം ബസ്സിൽ പോകുന്നതാണ് അമ്മ ഇഷ്ടം, ഞാൻ പറയുന്നത് കേൾക്കാകതി, ഇപ്പോൾ ബസ്സിൽ പോകണ്ടെന്നല്ലേ പറഞ്ഞത്, ഞാൻ ഏതായാലും നിന്നെ കൊണ്ടാക്കി തരാം എന്നൊക്കെ പറയാണ്. അമ്മ പറയുന്നതൊക്കെ അനുസരിക്കണം കേട്ടോ. പിന്നെ കളിക്കാനൊന്നും ഇപ്പോൾ ഒരുപാട് പിള്ളേരോടൊപ്പം ഒന്നും പുറത്തേക്ക് പോകണ്ട. അതെന്താ അമ്മേ, ഞാൻ വീട്ടിൽ തന്നെ കുത്തിയിരിക്കാനാണോ, എനിക്ക് കളിക്കണ്ടേ അമ്മേ, കളിച്ചൊരു സന്തോഷമൊക്കെ ഉള്ളത്, പറയുന്നത് കേക്ക്. ഈ പിള്ളേരുടെ സ്വഭാവമൊക്കെ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, അവരെന്താണ് ഏതാണ് അവരുടെ സ്വഭാവം, ഏത് രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രം അവരുടെ കൂടെ കളിക്കാനായിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ചില പിള്ളേരൊക്കെ ഉണ്ട്, മോനോടെ തല്ലുകൂടും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ ആദ്യമാണെങ്കിൽ അവർ പറയുന്നതൊക്കെ അനുസരിക്കുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധിയാണ്. അപ്പോൾ സുധിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളം കൊണ്ട് നടക്കുമ്പോൾ ചന്ദ്ര വന്നിട്ട്, സുധി നീ എന്താണ് ഷോറൂമിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഓ എന്തിനാ ഷോറൂമിൽ പോകുന്നത്, അതിൻ്റെ കാര്യമൊന്നും എനിക്കില്ലമ്മേ, കാരണം ഞാനതിൻ്റെ മുതലാളിയല്ലേ, ഞാൻ വീട്ടിലിരുന്നാൽ മതി, ജോലിക്കാർ നോക്കിക്കോളാം എല്ലാ കാര്യങ്ങളും, അവർ പറഞ്ഞായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന്. ഇത് കേട്ട ചന്ദ്രയ്ക്ക് കാലി വന്ന് സുധിയുടെ കാരനടിച്ച് പോകുകയാണ്. എന്തിനാ അമ്മ എന്തിനിപ്പോൾ എന്നെ തല്ലിയത്, അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എടാ മണ്ട, നിന്നോട് ഇവിടെ ഇരുന്നോ, അവർ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാന്ന് പറഞ്ഞല്ലേ, അവർ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ്, പിന്നെ ഞാൻ എന്തിനാ അമ്മ ഇത്ര വെപ്രാളപ്പെട്ടത് ഷോറൂമിലൊക്കെ പോകുന്നത്, അതിൻ്റെ കാര്യമുണ്ടോ, എടാ നീ ഇല്ലാത്ത സമയം നോക്കിയല്ലേ അവർക്ക് നിന്നെ പറ്റിക്കാനായിട്ട് പറ്റുള്ളൂ, അവിടുന്ന് പൈസയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയാൽ നീ അറിയോടാ എന്ന് ചോദിക്കുമ്പോൾ, അവിടെ ക്യാമറ ഉണ്ടല്ലോ അമ്മേ, പിന്നെന്താ കുഴപ്പം, ക്യാമറ ഈ കാലത്ത് ഉണ്ടായെന്ന് വിചാരിച്ചു വല്ല കാര്യമുണ്ടോടോ, അവർക്ക് തട്ടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ തട്ടിച്ചെടുക്കും, നീ അവിടെ ഉണ്ടെങ്കിൽ അത് പറ്റില്ലെന്ന് അവർക്കറിയാം. അത് ശരിയാണല്ലേ അമ്മേ, അപ്പം ഞാൻ പോകുന്നത് തന്നെയായിരിക്കും നല്ലത്, പോകുന്നത് തന്നെയാണ് നല്ലത്, ഇനിയും മടി പിടിച്ച് ഇവിടെ കുത്തിയിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം നീ ശരിക്കറിയാം, നീ പോകാൻ നോക്ക് സുധി ഷോറൂമിലേക്ക്. ഇല്ലമ്മേ, ഞാൻ ഇപ്പം തന്നെ പോകും. എന്നെ പറ്റിക്കാമെന്ന് ആരും വിചാരിക്കണ്ട, പറ്റിക്കപ്പെടാതെ നീ നോക്കിക്കോ. ഇല്ലമ്മേ, ഒരിക്കലും ഞാൻ പറ്റിക്കപ്പെടില്ല എന്നും പറഞ്ഞുകൊണ്ട് സുധി നേരെ മേളിലേക്ക് കയറി പോവാണ്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ, ഇവനെ കൊണ്ട് തോറ്റല്ലോ, ഓരോ മണ്ടത്തരങ്ങളും കാണിച്ചുകൊണ്ട് വന്നോളും. അങ്ങനെ നമ്മുടെ രവിയാണെങ്കിൽ ഓടി ഇങ്ങോട്ട് വരികയാണ്. എന്താ രവിയേട്ടാ ഇങ്ങനെ പരക്കമാഞ്ഞ് ഓടി വരുന്നത്, പതുക്കെ, എന്താ രവിയേട്ടന് സൗണ്ടിന് എന്തെങ്കിലും പറ്റിയോ, എന്താ ഇങ്ങനെ പറയുന്നത്, അതല്ല സച്ചിയും രേവതിയേ കേൾക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതുകൊണ്ടാണ് പതുക്കെ പറയാനായിട്ട് ഞാൻ പറഞ്ഞത്. എന്ത് കാര്യങ്ങൾ, അതേ ഞാൻ ആ ജോലിക്ക് പോവാണ്, ആ ഡ്രൈവർ ജോലിക്ക്. അതേതായാലും നന്നായി രവിയേട്ടാ, ഇവിടെ വീട്ടിലിരുന്ന് വെറുതെ കുത്തിയിരുന്ന് മുഷിയണ നേരം കൊണ്ട് 10 പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും, അതുകൊണ്ട് രവിയേട്ടൻ ജോലിക്ക് പോയിക്കോ എന്നൊക്കെ പറയണം. അതേ ചന്ദ്രേ, എനിക്കും അത് തന്നെയാണ് താല്പര്യം, പക്ഷെ അവർ വിടാത്തത് കൊണ്ടാ ഞാൻ അവരെ അറിയാതെ പതുക്കെ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചിയും രേവതി ഇറങ്ങി വരുന്നു. അപ്പോൾ ചോദിക്കണം, അച്ഛാ എങ്ങോട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ ചന്ദ്ര പറയാണ്, നിൻ്റെ അച്ഛന് ജോലിക്ക് പോകണ്ടേ, ഡ്രൈവറായിട്ട് ജോലിക്ക് പോകാൻ നിന്ന് തീരുമാനിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് പോവാണ്. എങ്കിലേ അച്ഛൻ ജോലിക്ക് പോകണ്ട. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്, അച്ഛൻ്റെ ജോലി പോയി. എൻ്റെ ജോലി പോയെന്നോ, അതിന് ഞാൻ ജോലിക്ക് കയറാൻ തുടങ്ങിയില്ലല്ലോ, അതിനു മുമ്പ് തന്നെ ജോലി പോയെന്ന് നീ എന്തിനാടാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ്റെ ജോലി പോയി, അച്ഛൻ്റെ ജോലി പോയതല്ല, അച്ഛൻ്റെ ജോലി ഞങ്ങൾ തെറിപ്പിച്ചു. അപ്പോഴേക്കും ചന്ദ്ര, മഹാദുഷ്ട, എന്തിനാടാ നീ അങ്ങനെ ചെയ്തത്, നീ എന്തിനാടാ നിൻ്റെ അച്ഛൻ്റെ ജോലി തെറിപ്പിക്കാനായിട്ട് പോയത്, അതായത് അച്ഛൻ ജോലിക്ക് പോകണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളെ അങ്കളെ വിളിച്ചായിരുന്നു, അങ്കളെ വിളിച്ച് അങ്കളോട് കാര്യങ്ങൾ പറഞ്ഞു, അച്ഛൻ ജോലിക്ക് വരില്ല, അതിന് പകരം ആ ഡ്രൈവർ ജോലി ഞാൻ ഏറ്റെടുത്തോളായെന്ന്. ഇത് കേട്ട ചന്ദ്ര, ദുഷ്ടാ, നിൻ്റെ അച്ഛൻ്റെ ജോലി നീ തട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാ പൈസയും സമ്പാദിച്ച് പോക്കല്ലാക്കാനാണല്ലേ, നിൻ്റെ അച്ഛന് 10 പൈസ കിട്ടുന്നത് നിങ്ങൾക്കൊന്നും ദഹിക്കുന്നില്ലല്ലേ, നീയൊക്കെ ഭയങ്കര ആൾക്കാർ തന്നെയാണ്. ഇത് കേട്ട രവിയാണെങ്കിൽ, നീ എന്തിനാടാ ഡ്രൈവർ ജോലിക്ക് പോകുന്നത്, ഞാൻ പോകുന്നതല്ലേ നല്ലത്, വേണ്ട അച്ഛാ, അച്ഛൻ ജോലിക്ക് പോകണ്ട, അച്ഛനെ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ ഏതായാലും ഡ്രൈവർ ജോലിക്ക് പോയിക്കോളാം, എന്നിട്ട് പൈസയൊന്നും എനിക്കും എൻ്റെ രേവതിക്കും വേണ്ട, ആ പൈസ അച്ഛൻ്റെ കൈകളിലേക്ക് തന്നെ തന്നോളാം, പക്ഷേ എന്നാലും അച്ഛനെ ജോലിക്ക് വിടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്പാദിച്ചു കൊണ്ടുവരുന്നത് എൻ്റെ അച്ഛന് ജീവിക്കാൻ വേണ്ടിയാ, എൻ്റെ അച്ഛന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്,
അപ്പോൾ പിന്നെ ഞാൻ ഇത് ചെയ്തല്ലേ മതിയാവുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ രവിയുടെയും ചന്ദ്രയുടെയും കണ്ണുകൾ നിറയുകയാണ്. അതെ അച്ഛാ, അച്ഛൻ ഇനി ജോലിക്കൊന്നും പോകാൻ നിൽക്കണ്ട, ഞാനേതായാലും പോട്ടേന്നേ, നോക്കട്ടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഇതിൽ സ്കൂളല്ലേ, നല്ല ജോലി തന്നെ ആയിരിക്കും. പിള്ളേരോടൊപ്പം നമ്മൾ ഒരുപാട് ഇടപഴകി കഴിഞ്ഞാലേ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും. എങ്കിൽ പിന്നെ അച്ഛാ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് ഇറങ്ങാണ്. അപ്പോഴേക്കും നവ്യാണെങ്കിൽ ഒരു ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അതിനും സമ്മതിക്കില്ല. ചന്ദ്രയാണെങ്കിൽ ഇവൻ പറ്റിക്കോ, ഇവൻ നമുക്ക് പൈസ തരുമോ? എന്നാലും രവിയേട്ടനെ ജോലിക്ക് വിടണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്കും ജീവിക്കണ്ടേ, ജീവിക്കാനുള്ള വരുമാന മാർഗമൊക്കെ വേണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയും. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ആദിയും കൂടി ഓട്ടോറിക്ഷ വരിക. അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ സ്കൂളിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കൊച്ചിനോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ സച്ചി സ്കൂളിൽ എത്തിക്കഴിഞ്ഞു. സ്കൂളിൽ എത്തുമ്പോഴേക്കും സെക്യൂരിറ്റി ചോദിക്കണം, അതെ കാർ ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല കേട്ടോ, നിങ്ങളത് പുറത്തു കൊണ്ടേ വെച്ചേക്ക്, ഇവിടെ അങ്ങനെ അനുവാദമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും, അയ്യോ ചേട്ടൻ ഞാനിവിടെ പുതിയ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി വന്നാ, എന്നെ വിളിച്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ വന്നത്. ആണോ? അയ്യോ സോറി കേട്ടോ, എനിക്കറിയാൻ പാടില്ലായിരുന്നു, നിങ്ങളെന്നാ കയറി പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ കയറ്റി വിടുകയാണ്. അങ്ങനെ സച്ചി ആ ഒരു ഓഫീസറെ കാണുകയാണ്. ഞാനിങ്ങനെ ഡ്രൈവർ ജോലിയായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, നിങ്ങളാണല്ലേ, എന്താ പേര്? എൻ്റെ പേര് സച്ചി എന്നാണ്. ഇത് ഡ്രൈവിങ് നന്നായിട്ട് അറിയാമല്ലോ അല്ലേ? എനിക്ക് നന്നായിട്ട് ഡ്രൈവിങ് അറിയാം സാറേ, കാരണം ഞാൻ ടാക്സി ഡ്രൈവറാണ്, ഞാൻ ഒരുപാട് ദൂരങ്ങളും പോയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ പിള്ളേരുടെ കാര്യം മുഖ്യമാണ്, പിള്ളേർക്ക് ഒരാപത്തും വരാൻ പാടില്ല, അവരുടെ സുരക്ഷിതമായിട്ട് തന്നെ കൊണ്ടുപോകണം, അതൊക്കെ ഞാൻ ഏറ്റു സാറേ. പിള്ളേർ വണ്ടി കയറാൻ നേരത്ത് അതെൻ്റെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഞാനും കരുതോളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ ഒരു വർത്തമാനമൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നുകയാണ് ഇയാൾക്ക്. എങ്കിൽ പിന്നെ നാളെ തന്നെ ജോലിക്ക് കയറിക്കോളൂ, വളരെ ഉപകാരം സാറേ എന്ന് പറയുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പുറത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി കൊച്ചിനെയും കൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ശ്രുതിയാണെങ്കിൽ മോനോട് കാര്യങ്ങളെല്ലാം പറയാം, മോനെ നീ നന്നായിട്ട് പഠിക്കണം കേട്ടോ, ഇനി അമ്മയല്ലേ എന്നും കൊണ്ടൊന്നും ആക്കി തരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ സച്ചിയും അവിടെ വർത്താനം പറയുന്നത് ആദ്യം കാണുകയാണ്. അയ്യോ അമ്മേ, ദേ സച്ചിയങ്കൾ എന്ന് പറയാം. സച്ചിയങ്കളോ? ദേ അമ്മ നോക്കിയേ. ഇത് കണ്ട ശ്രുതി പേടിച്ചു പോവുക. ശ്രുതി അവിടെ നിന്ന് ഒറ്റ എന്താമ്മേ, എങ്ങോട്ട് പോകുന്നമ്മേ, നീ ഇവിടെ മാറി നിൽക്ക് ആദി, നീ മിണ്ടാതിരിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം മാറ്റി നിർത്തുകയാണ്. അപ്പോൾ സച്ചിയും ഇയാളും കൂടി സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവുവിനെ ഓട്ടോറിക്ഷയെ കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ദേവുവിന് എന്തോ ഒരു ആപത്ത് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ശരത്തിനാണെങ്കിലും അതേപോലെ തന്നെ അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടം ദേവുവിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ അരുണാണെങ്കിൽ ഒരാളെ പിടിച്ചിട്ട് ഇടപെടേണ്ട എൻ്റെ ഹെൽമെറ്റ് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ സാറേ ഒരു അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് എടുത്തില്ല സാറേ, എന്നോട് ക്ഷമിക്കണം. എടാ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എത്ര അത്യാവശ്യമാണെങ്കിൽ ഹെൽമെറ്റ് വെച്ച് ഇറങ്ങണമെന്ന് നിനക്ക് അറിയില്ലേടാ, നിയമം തെറ്റിച്ചിട്ടാണോടാ നീ റോഡിലേക്ക് ഇറങ്ങുന്നത്? അയ്യോ സാറേ ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കും സാറേ, ഒരു ക്ഷമയില്ല, നീയേ ഫൈൻ അടച്ചിട്ട് പോ. ഇപ്പം ക്ഷമിച്ച് വിട്ടാലേ നീ ഇത് തന്നെ വീണ്ടും ആവർത്തിക്കും, പിന്നീട് അത് തന്നെ നീ പറയുകയും ചെയ്യും എന്നോട് ഇത്തവണത്തേക്ക് ക്ഷമിക്കുന്നു, അതുകൊണ്ട് നീയേ ഫൈൻ അടിച്ചിട്ട് പോയാൽ മതി. സാറേ പ്ലീസ് സാറേ, പോയി ഫൈൻ അടിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പറഞ്ഞയക്കാം. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വരികയാണ്. ഓട്ടോറിക്ഷയിലേക്ക് നമ്മുടെ അരുൺ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേവു ലക്ഷ്മിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സീനാണ് അരുൺ കാണുന്നത്. ഇത് കണ്ട് അരുൺ പേടിച്ചു, എൻ്റെ ദൈവമേ അത് ദേവു ആണല്ലോ, ദേവു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിൽ ഇവരാരും കേൾക്കുന്നുമില്ല. ഓട്ടോറിക്ഷ പരക്കെ മഞ്ഞാ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സാറേ എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് സാറേ ഒന്ന് നോക്കണുണ്ട് സാറേ. അരുണേ ഞാൻ എങ്ങോട്ട് പോവാണ് സാർ, ഇപ്പോൾ വരാം സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ബൈക്ക് എടുത്ത് ഹെൽമെറ്റും വെച്ചിട്ട് നമ്മുടെ അരുണും പരക്കെ മഞ്ഞ് ഓടി പോവുക. ഈ സമയം തന്നെ ശ്രുതിയും ആദിയും കൂടി നേരെ വീട്ടിലേക്ക് എത്തി. ഓട്ടോറിക്ഷ കയറി വീട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴേക്ക് ലക്ഷ്മി ചോദിക്കുകയാണ്, നമ്മുടെ ശ്രുതിയുടെ അമ്മ ചോദിക്കുകയാണ്, എന്താ ഇവിടെ വന്നത്, സ്കൂളിൽ പോയില്ലേ, പഠിത്തമില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേ പഠിത്തമൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങോട്ട് പോയത് ഇപ്പോൾ അബദ്ധം എന്ന് പറഞ്ഞിരിക്കുക, വേറൊരു സ്കൂളും കണ്ടില്ല നിങ്ങൾക്ക് ചേർക്കാനായിട്ട്, ആ സ്കൂളിൽ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, എന്താ കല്യാണി ഇപ്പം എന്താ കാര്യം? ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുവേ അവിടെ സച്ചി ഉണ്ടായിരുന്നു. സെക്യൂരിറ്റിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടുത്തെ പുതിയ ഡ്രൈവറാണ് പോലും. ഇനി അവൻ ഡ്രൈവറായിട്ട് നിൽക്കുന്ന ആ സ്കൂളിലേക്ക് ഇവനെ പറഞ്ഞു വിടാനോ? അവൻ വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് ചേർക്കാം എന്ന് പറയാണ്. കല്യാണി സച്ചി അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? അങ്ങനെ സ്കൂളിലൊക്കെ ഇനി മാറ്റാനൊന്നും സമ്മതിക്കില്ല ഞാൻ. കാരണം ഓരോ സ്കൂൾ ഇങ്ങനെ മാറ്റി അവന് തന്നെ മടുപ്പാവൂലേ, അവന് തന്നെ സങ്കടമാവില്ലേ, അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ പറയാണ്. പിന്നെ വേറെന്താ നിവൃത്തി? വേറൊരു നിവൃത്തിയില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ ഏതായാലും ഇനി ആദ്യം കൊണ്ടാകണ്ട, ഞാൻ തന്നെ കൊണ്ടാക്കിക്കോളാം, അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അതേ പറ്റുള്ളൂ, ഞാൻ കൊണ്ടാക്കിയാൽ പ്രശ്നമാവുമല്ലോ, അതുകൊണ്ട് ഇനി അമ്മ തന്നെ കൊണ്ട് ആക്കിയാൽ മതി എന്നും പറയാം.
ആ, പിന്നെ ഒരു കാര്യമുണ്ട്. യാതൊരു കാരണവശാലും അമ്മയും അതേപോലെ തന്നെ ആദിയും സച്ചിയുടെ കണ്ണിൽ പെടാതെ നോക്കണം. സ്കൂളിൽ അവൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സച്ചി കാണുകയൊന്നുമില്ല. ഡ്രൈവർ ജോലിയല്ലേ, അപ്പം അധികം നേരമൊന്നും സ്കൂളിൽ ഉണ്ടാവില്ല. അത് കഴിയുമ്പോഴത്തേക്കും സച്ചി പൊയ്ക്കോളും. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഇനി സച്ചി നിങ്ങൾ രണ്ടുപേരെയും കാണുകയാണെങ്കിൽ ദൈവത്തോർത്ത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പിടിക്കണം. അതൊക്കെ ശരി കല്യാണി, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പിടിച്ച് നിന്നോളാം. ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആദിയോട് സച്ചിയോട് ഒരുപാട് സംസാരിക്കാൻ നിൽക്കരുതെന്ന് പറയണേ. യാതൊരു കാരണവശാലും ഈ വീടിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ സച്ചിയും രേവതിയും കൂടി നേരെ ഈ വീട്ടിലേക്ക് കയറി വരും. പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാകും. എനിക്ക് കിട്ടിയ ജീവിതം കളഞ്ഞു കുളിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ. എൻ്റെ അമ്മായിയമ്മയ്ക്കാണെങ്കിൽ ഇപ്പം എന്നോട് ഭയങ്കര വെറുപ്പാണ്. ആ വെറുപ്പെല്ലാം മാറ്റിയെടുത്ത് നേരെ തിരിച്ച് ആ വീട്ടിലേക്ക് കയറണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാ. കല്യാണി, നീ ടെൻഷൻ ആവില്ലേ കല്യാണി, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് അമ്മ വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതി. അപ്പം രേവതി ഏതോ ഒരു ഓർഡർ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ശരി ചേച്ചി, ഞാൻ പെട്ടെന്ന് തന്നെ എത്തിക്കോളാം, കുഴപ്പമില്ലെന്നേ, കറക്റ്റ് സമയത്ത് എത്തിച്ചോളാം എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രവി വരുന്നത്. അപ്പോൾ രവിക്കാണെങ്കിൽ ഭയങ്കര മുഷിച്ചില്ല, ഭയങ്കര മോതയും വെറുപ്പിച്ചുകൊണ്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുമ്പോൾ രേവതി എന്നാൽ ശരി ചേച്ചി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. എന്താച്ചാ അച്ഛനൊരു ടെൻഷനാണല്ലോ. ഡ്രൈവർ ജോലിയാണല്ലോ. ഡ്രൈവറായിട്ടിരുന്ന് എനിക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് അവർ ജോലി അന്വേഷിച്ച് പോയത്. ഇപ്പം ആ ജോലിക്കും പോകാൻ പറ്റുന്നൊരവസ്ഥയായില്ലേ. പെൻഷൻ ആയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡ്രൈവർ ജോലിയൊക്കെ നേടി പോകണമെന്ന്. പക്ഷേ ഇപ്പം അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മക്കൾ എന്നെ വിടുന്നില്ല. എന്ത് ചെയ്യാനാണ് എൻ്റെ അച്ഛാ, ഈ പ്രായത്തിൽ ഇനി അച്ഛൻ സമ്പാദിച്ചിട്ട് ഞങ്ങൾക്ക് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഏകദേശം സമ്പാദിക്കുന്നുണ്ടല്ലോ, അതൊക്കെ മതി. അച്ഛനെ ഇവിടെ കുറേ ജോലികളില്ലേ. എന്ത് ജോലികൾ? അല്ല, അച്ഛൻ്റെ കുഞ്ഞുങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളോ? ഇനി എനിക്കെവിടെ ഇവിടെ കുഞ്ഞുങ്ങളുള്ളത്? അച്ഛൻ്റെ കുഞ്ഞുങ്ങളല്ലേ ഞങ്ങൾ എന്നെങ്ങനെ രേവതി പറയാ. ഇത് കേട്ട രവിക്ക് ചിരി സഹിക്കാനും പറ്റുന്നില്ല. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.